നമ്മുടെ കോമണർ കണ്ടസ്റ്റന്റായ അനീഷ് അയാള് അസാധ്യ ഗെയിമറാണ് എന്നുള്ളത് പുള്ളി തെളിയിച്ചു. അല്ല, ലാലേട്ടൻ തെളിയിച്ചു എന്ന് പറയുന്നതാണ് നല്ലത്. ഞാനിവിടെ അഭിനയിക്കാൻ വന്ന ആളല്ല, ഞാൻ ജീവിക്കാൻ വന്ന ആളാണ് എന്ന് കൂടെ പറയുന്ന നിങ്ങളെപ്പോലെയുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും എനിക്കറിയില്ല, ഞാൻ സത്യസന്ധനാണ്, ഇതൊക്കെ ആവർത്തിച്ച് പറഞ്ഞ് എല്ലാവരുടെയും കയ്യടി നേടിക്കൊണ്ടിരുന്ന അനീഷ് കള്ളത്തരങ്ങൾ പറയാറുണ്ടെന്നും അയാൾ ഫേക്ക് ആണെന്നും പ്രേക്ഷകർ കണ്ടിട്ടില്ലാത്ത ഒരു മുഖം അയാൾക്കുണ്ട് എന്നും ഇന്ന് ലാലേട്ടൻ തുറന്നു പറയുകയും അത് കാട്ടിക്കൊടുക്കുകയും ചെയ്തു. അനീഷിനെ മാത്രമല്ല, ഷാനവാസിനെയും അതുപോലെ തന്നെ പൊളിച്ചടുക്കി. രണ്ടാൾക്കാരുടെയും മുഖം മൂടി ലാലേട്ടൻ വലിച്ചു കീറുകയായിരുന്നു. ഇവിടെ ഈ രണ്ടാൾക്കാരെ റോസ്റ്റ് ചെയ്തതിൽ ഒരാൾക്ക് കാര്യമായിട്ട് കിട്ടി, മറ്റൊരാൾക്ക് അത്ര കാര്യമായിട്ട് കിട്ടിയില്ല. കാരണം ഷാനവാസ് പ്രതിരോധത്തിന്റെ മതിൽ കെട്ടുവാൻ ശ്രമിച്ചു, അത് പൊളിച്ചെടുക്കുവാൻ വേണ്ടി ലാലേട്ടൻ കുറെ സമയം കൂടി എടുത്തു. എന്നാൽ അനീഷ് അങ്ങനെ പ്രതിരോധിക്കാൻ പോയില്ല. കൂടുതലും മസിൽ പിടിക്കരുതെന്ന് ഈ ഗെയിമർക്ക് നന്നായിട്ട് അറിയാം. അനീഷും ഷാനവാസും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസവും ഇത് തന്നെയാണ്. അനീഷിന് കുറച്ച് വിവരമുണ്ട്, മറ്റേ പുള്ളിക്ക് ആ വിവരവുമില്ല. അതുകൊണ്ട് തന്നെ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഓരോ കാര്യങ്ങളും ലാലേട്ടൻ കയറി പിടിക്കും, അത് പൊളിക്കും. അങ്ങനെ പൊളിഞ്ഞാൽ രക്ഷപ്പെട്ട് പുറത്തു വരാൻ പറ്റില്ല എന്ന് അനീഷിന് നന്നായിട്ട് അറിയാം. ആ ബോധം ഇല്ലാഞ്ഞത് കൊണ്ടാണ് മസിൽ പിടിക്കാൻ ഷാനവാസ് പോയത്. അതുകൊണ്ടാണ് അയാൾ അടി കൂടുതൽ വാങ്ങിച്ചത്. എന്നാൽ അനീഷ് തിരിച്ചൊന്നും പറയാതെ ആ സ്ഥിരം ചിരിയുമൊക്കെ ആയിട്ട് നിന്നു. അതുകൊണ്ട് പുള്ളി അധികം പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. പക്ഷേ മുഖംമൂടി കീറിയത് തന്നെയാണ്. അതെ, ലാലേട്ടൻ അത് തുറന്നു കാണിച്ചു. എനിക്ക് ഇതിൽ ഏറ്റവും അധികം ചിരി വന്നൊരു കാര്യം ഉണ്ടായിരുന്നേ. ലാലേട്ടൻ ചോദിക്കുകയാണ്, ഈ എവിക്ഷനോടുള്ള ബന്ധത്തിൽ ഇതിനകത്ത് ഒരാളിനെ സേവ് ചെയ്യാൻ ഒരവസരം അനീഷിന് തന്നാൽ അനീഷ് ആരെയായിരിക്കും സേവ് ചെയ്യുക? അനീഷിന് യാതൊരു സംശയവുമില്ലായിരുന്നു. അനീഷിന്റെ പിറകിന് നടന്ന് ചൊറിഞ്ഞ് വല്ലാതെ ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും അവസാന സമയത്ത് അനീഷിനോട് ഭയങ്കര ശത്രുവിനെ പോലെ പെരുമാറുകയും ചെയ്ത ഷാനവാസിനെ രക്ഷിക്കുവാനാണ് അയാൾ പ്ലാൻ ചെയ്തത്. എന്താണ് അതിന്റെ റീസൺ? പുള്ളി ഒത്തിരി സ്വപ്നങ്ങളുമായിട്ട് വന്ന വ്യക്തിയാണ്. അയാൾ മരുന്നൊക്കെ കഴിക്കുന്ന ഒരു പേഷ്യന്റ് ആണ്. അഭിനയമോഹങ്ങളും സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുമായിട്ട് നടക്കുന്ന, തമിഴിൽ സിനിമ ചെയ്യുവാൻ വേണ്ടി നടക്കുന്ന, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സ്വപ്നങ്ങളുള്ള ഷാനവാസിനെ ഞാൻ പറഞ്ഞു വിടാൻ ആഗ്രഹിക്കുന്നില്ല ലാലേട്ടാ. എത്ര വിശാലമായ മനസ്ഥിതിയാണെന്ന് നോക്കിയേ. ഇവിടെ അനീഷ് ശരിക്കും യേശു ക്രിസ്തു ആയിട്ട് മാറുകയായിരുന്നു. കുരിശിൽ കിടന്നുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. എത്ര ഉദാത്തമായ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ലോക പ്രശസ്തമാണ്. കാരണം ശത്രുവിനോട് പോലും ക്ഷമിക്കുന്ന, അവസാന നിമിഷത്തിലും ശത്രുവിനെ സ്നേഹിക്കുന്ന ആ ഭയങ്കര വിശാലമായ ഹൃദയം അതാരും കാണാതെ പോകരുത് എന്നുള്ളത് കൊണ്ട് തന്നെ അനീഷ് പറഞ്ഞു, ഞാനും ഒരു കൊച്ചു യേശുക്രിസ്തു ആവുകയാണ് ലാലേട്ട. എന്നെ ഏറ്റവും അധികം ഉപദ്രവിച്ച ഷാനവാസിനെ തന്നെയാണ് ഞാൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഉടനെ അടുത്ത കൗണ്ടർ ലാലേട്ടന്റെ വക. അല്ല, ഷാനവാസിനെ അനീഷ് തന്നെയല്ലേ നോമിനേറ്റ് ചെയ്തത്? ഓഹ്, അതൊരു ഒന്നൊന്നര അടിയായിപ്പോയി. എന്തിനാണ് ഒരാളിനെ മറ്റൊരാൾ നോമിനേറ്റ് ചെയ്യുന്നത്? അയാൾ ഈ വീട്ടിൽ തുടരുവാൻ യോഗ്യനല്ല, അയാൾ പുറത്തു പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയല്ലേ. അതല്ലാതെ വഴിതെറ്റി കൺഫെഷൻ റൂമിൽ ചെന്ന് കയറി അവിടെ നിന്ന് എന്തെങ്കിലും പറയുന്നതല്ലല്ലോ. ഓപ്പൺ നോമിനേഷൻ നടക്കുന്ന സമയത്ത് ഉള്ള കാര്യം തുറന്നങ്ങ് പറഞ്ഞു, ഇവിടുന്ന് പോണം, അതിനുവേണ്ടി തന്നെയാണ് നോമിനേറ്റ് ചെയ്തത്. എന്നിട്ടിപ്പോൾ സേവ് ചെയ്യുവാൻ ഒരു അവസരം കിട്ടിയാൽ ആരെ സേവ് ചെയ്യും? ഷാനവാസിനെ തന്നെ സേവ് ചെയ്യും. പുള്ളി ഓർത്തില്ല കേട്ടോ, ഞാൻ ഇങ്ങനെ നോമിനേറ്റ് ചെയ്ത ആളാണല്ലോ, അത് ലാലേട്ടൻ എടുത്തിടും എന്നുള്ള കാര്യം ചിന്തിച്ചില്ല. അതെ, എത്ര ബുദ്ധിമാനാണെന്ന് പറഞ്ഞാലും ഈ ബുദ്ധിയുള്ള പൊന്മാൻ ആറ്റരികത്ത് മുട്ടയിടുമെന്ന് പറഞ്ഞതുപോലെ വലിയ ബുദ്ധിമാന്മാർക്കും ഇടയ്ക്കിടയ്ക്കൊക്കെ അടി തെറ്റാറുണ്ട്. അറിയാതെ സംഭവിച്ചു പോയതാണ്. അതിൽ കയറി ലാലേട്ടൻ അങ്ങ് കൊളുത്തി. ലാലേട്ടൻ അത് ചോദിക്കുന്നതിൽ കൂടി ഈ മനുഷ്യനെ ലോകത്തിന്റെ മുൻപിൽ തുറന്നു കാട്ടുകയാണ്. ഇയാളുടെ മനസ്സെന്താണ്? ഇയാളുടെ ഗെയിം സ്ട്രാറ്റജി എന്താണ്? ഇയാൾ സമൂഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണ്? ഉള്ളിൽ ഒന്ന് വെച്ചുകൊണ്ട് മറ്റൊന്ന് പുറമെ കാണിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന കാപട്യത്തിന്റെ ആൾരൂപമാണ് അദ്ദേഹം എന്ന് ലോകത്തിന്റെ മുൻപിൽ ലാലേട്ടൻ കാട്ടിക്കൊടുക്കുവാൻ വേണ്ടി തയ്യാറാവുകയായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ പറ അല്ല എന്ന്. ഇത് കേൾക്കുമ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അനീഷേട്ടൻ മാത്രം എന്ന് പറഞ്ഞ് വിജൃംഭിക്കുന്ന ആൾക്കാർ വരും. അതിനകത്ത് ഒരു കാര്യവുമില്ല. ഞാൻ കണ്ടത് മാത്രമാണ് പറയുന്നത്. എന്നേക്കാൾ അധികം നിങ്ങൾ തെറി പറയുകയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടനെ പറയണം, ബിഗ് ബോസിനെ പറയണം. നമ്മൾ കണ്ട കാര്യം പറയുന്നല്ലേ ഉള്ളൂ. അതിന് കമന്റ് ബോക്സിൽ വന്നിട്ട് എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അനീഷിന്റെ PR വർക്കേഴ്സിനും അനീഷിന്റെ ആർമിക്കും ഷാനവാസിനെ ലാലേട്ടൻ എടുത്ത് കുടഞ്ഞത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫേസ്ബുക്കിലൊക്കെ പല പോസ്റ്റുകളും അതിനോടുള്ള ബന്ധത്തിൽ ആർമി ഗ്രൂപ്പിൽ നിന്ന് വന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങളുടെ ഹീറോയെയും ലാലേട്ടൻ എടുത്ത് കുടഞ്ഞു. ഇത്രയും നാളും സുരക്ഷിതമായി വെച്ചുകൊണ്ട് നടന്ന ആ മുഖംമൂടി അത് നല്ല ഒന്നാന്തരമായിട്ട് വലിച്ചു കീറി ദൂരെ എറിഞ്ഞിട്ടുണ്ട്.
ഈ ഒരു ഒറ്റ സംഭവം മാത്രമേ നടന്നുള്ളായിരുന്നുവെങ്കിൽ വലിയ പഞ്ചൊന്നും ഉണ്ടാവില്ലായിരുന്നു. അതിനിപ്പോ എന്താണ്, എല്ലാവരെയും വഴക്ക് പറയുന്നത് പോലെ വഴക്ക് പറഞ്ഞങ്ങ് പോയെന്നല്ലേ ഉള്ളൂ. അങ്ങനെ പറയാമായിരുന്നു. പക്ഷേ അടുത്ത സാധനം വീണ്ടും ദേ വരുന്നു. 3 ദിവസം മുൻപാണ് എനിക്ക് ബിഗ് ബോസിൽ പോകാനുള്ള അറിയിപ്പ് കിട്ടിയത്. ലാലേട്ടൻ പറയുകയാണ്, കള്ളം പറയരുത്, എനിക്ക് തെളിവ് നിരത്തേണ്ടതായിട്ട് വരും. 12ഓ 14ഓ ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ദേ വീണ്ടും പെട്ടു. പക്ഷെ അത്രയൊന്നും ഉണ്ടാവില്ല ലാലേട്ട. അത്രയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ആള് തെളിവ് നിരത്തും എന്ന് പറഞ്ഞപ്പോൾ എന്നാ പിന്നെ തെളിവ് നിരത്തു എന്ന് എന്താണ് പറയാതിരുന്നത്? ഒരു ചെറിയ ബ്രേക്കിന് വേണ്ടി ലാലേട്ടൻ പോയ സമയത്ത് അത് എന്റെ ഭാഗത്തെ തെറ്റാണ്, ഞാൻ കള്ളമാണ് പറഞ്ഞത് എന്ന് എല്ലാവരുടെയും മുൻപിൽ വെച്ച് അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടതായിട്ട് വന്നു. ഇനിയിപ്പോൾ ഞാൻ സത്യസന്ധനാണ്, ഞാൻ നിങ്ങളെപ്പോലെ കള്ളത്തരങ്ങൾ കൊണ്ട് നടക്കുന്ന ആളല്ല എന്ന് എങ്ങനെ അയാൾക്ക് അവിടെ മേനി പറയുവാൻ സാധിക്കും? അതും പൊളിഞ്ഞു വീണു. ഇതാണ് നമ്മൾ പറയുന്നത്, ഒരാളിന് അങ്ങനെ അധിക നാളൊന്നും അഭിനയിച്ചു നിൽക്കുവാൻ പറ്റില്ല. നമ്മുടെ യഥാർത്ഥ സത്ത അതെപ്പോഴാണെങ്കിലും വെളിപ്പെട്ടു വരും. നമ്മൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് ഉറപ്പിച്ചിട്ട് പോകുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ എപ്പോഴും നടക്കണമെന്ന് നിർബന്ധമില്ല. ഇതുപോലെയുള്ള ചില സാഹചര്യങ്ങൾ വരുമ്പോഴേക്കും അറിയാതെ നമ്മുടെ യഥാർത്ഥ മനുഷ്യൻ പുറത്തു വരും. കഴിഞ്ഞില്ല, അടുത്ത സാധനം വീണ്ടും വരികയാണ്. പി ആർ എന്ന് പറയുന്നൊരു സാധനം ഇദ്ദേഹം കേട്ടിട്ടില്ല. പി ആർ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അറിയാത്ത ഒരാൾ നിങ്ങളുടെ ഇടയിലുണ്ട്. ഇത് പറഞ്ഞിട്ടാണ് ലാലേട്ടൻ അങ്ങോട്ട് പൊക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നപ്പോൾ തിരിഞ്ഞു പോയെന്നേ ഉള്ളൂ. അവസാനം പറഞ്ഞ കാര്യം ആദ്യം ഞാൻ പറഞ്ഞു, ആദ്യം പറഞ്ഞ കാര്യം അവസാനത്തിലേക്ക് കൊണ്ടുവന്നു മാത്രമേ ഉള്ളൂ. ഇത് പറഞ്ഞിട്ടാണ് ലാലേട്ടൻ അടി അങ്ങോട്ട് തുടങ്ങുന്നത്. 5 വർഷക്കാലം ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ട് ബിഗ് ബോസിനെ കുറിച്ച് പഠിച്ചിട്ട് വന്നയാൾ ലാലേട്ട 5 വർഷമൊന്നും ലീവ് എടുത്ത് പഠിച്ചിട്ടില്ല. 5 വർഷം ലീവ് എടുത്തു, പക്ഷേ 3 വർഷം ഇനിയും ബാക്കി കിടക്കുകയാണ്. അപ്പോൾ ലാലേട്ടന്റെ ചോദ്യം, 2 വർഷം മാത്രമേ ഇപ്പൊ പഠിച്ചുള്ളൂ അല്ലേ? അപ്പൊ ഈ 2 വർഷം പഠിച്ചിട്ടും പി ആർ എന്ന് പറയുന്ന ഒരു സംഗതിയെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലും ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല ലാലേട്ട. എന്തിനാണ് അനീഷെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ വിട്ടുകളയുന്നതല്ലേ ഭംഗി. സോഷ്യൽ മീഡിയ മുഴുവൻ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കൊക്കെ പി ആർ ഉണ്ട്, ആരൊക്കെ പി ആർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്, പി ആർ ഏജൻസികൾ ഏതൊക്കെയാണ്, ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ നമ്മളും കുറെ സാധനങ്ങളൊക്കെ പുറത്തുവിടും. നമ്മുടെ കയ്യിലും കുറെ തെളിവുകളൊക്കെ അവിടുന്ന് ഇവിടുന്നും ഒക്കെ വന്ന് ചാടിയിട്ടുണ്ട്. ഇവിടെ പി ആർ വർക്ക് ഇല്ലാത്തവരാരുമില്ല അനീഷേ. നല്ല ഒന്നാന്തരമായിട്ട് പണം മുടക്കിയിട്ട് തന്നെയാണ് നിങ്ങൾ ഓരോ ആൾക്കാരും കളിക്കാൻ വേണ്ടി കയറിയിരിക്കുന്നത്. ഈ പണി മുഴുവൻ പുറത്ത് കാണിച്ചു വെച്ചിട്ട് അതൊരു വലിയ മഹാപാപം എന്നുള്ള രീതിയിലും അതിനെ ഒരിക്കലും ഞാൻ അറിയത്തുപോലും ഇല്ല എന്നുള്ള രീതിയിലുമൊക്കെ അവിടെ സംസാരിക്കുമ്പോഴാണ് നിങ്ങൾ വീണ്ടും വീണ്ടും പൊളിയുന്നത്. പി ആർ കൊടുത്തിട്ടുണ്ടോ? ദേ അക്ബറിന് പറയേണ്ടി വന്നു, അല്പസ്വല്പം ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന്. ഈ സീസണിൽ പി ആർ വർക്കിന് വേണ്ടി ഏറ്റവും അധികം പണം മുടക്കിയ വ്യക്തിയാണ് സമ്മതിച്ചത്. അല്പമൊക്കെ ഉണ്ടെന്ന് തെളിയിച്ചു കളയുമോ എന്നുള്ള ഭീതി കൊണ്ടാണ്. ആര്യനോട് ചോദിച്ചു, അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്ന്. അറിയാതെ വായിലൊന്ന് വീഴുകയാണ് വാക്കുകൾ. സത്യത്തിൽ എല്ലാ കള്ളന്മാരെയും പൊളിച്ചടുക്കിയ ദിവസമായിരുന്നു എന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം മുതലേ പറയുന്നൊരു കാര്യമുണ്ട്, ഈ പി ആർ വർക്ക് കൊടുത്തു എന്ന് പറയുന്നത് ഇത്ര വലിയ പാപമാണോ? ഒരിക്കലും അല്ല. പി ആർ ഉണ്ട്, അതിനിപ്പോ എന്താ ഇത്ര വലിയ പ്രശ്നം? ഒരു കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ഉണ്ടെന്നങ്ങ് പറയുക. അതിപ്പോൾ അതിനകത്ത് ചർച്ചയായി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു നന്മ മരം കളിയും പൊളിച്ചടുക്കലും ഞാനത് അറിഞ്ഞിട്ടേ ഇല്ലെന്നുള്ള പറച്ചിലും. എന്തിനാണ് ഇത്തരത്തിലുള്ള പൊറാട്ട് നാടകങ്ങളൊക്കെ കാണിക്കുന്നത്? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പൊളിച്ചടുക്കേണ്ടതായിട്ട് വരുന്നത്. എന്തായാലും യഥാർത്ഥ മുഖം ഇന്നതാണ് എന്നുള്ളത് ലാലേട്ടൻ തുറന്നു കാട്ടി, അല്ലെങ്കിൽ ബിഗ് ബോസ് തുറന്നു കാട്ടി. ഈ വീഡിയോയുടെ അടിയിൽ വരാൻ പോകുന്ന കമന്റുകൾ എന്തൊക്കെയാണെന്ന് എനിക്ക് നല്ല ഊഹമുണ്ട്. നിങ്ങൾ ആരുടെ പി ആർ ആണ്? അനുമോളുടെ പി ആർ അല്ലേ? അതെ, അനുമോളുടെ പി ആർ തന്നെയാണ്. അതിനിപ്പോ എന്താ ഇത്ര പ്രശ്നം? 16 ലക്ഷം രൂപയുടെ കണക്ക് പറഞ്ഞില്ലേ, അത് ഞാനാ വാങ്ങിയതെന്ന് കൂട്ടിക്കോളൂ. പക്ഷേ ഈ കമന്റ് ഇടാൻ വരുന്ന ആൾക്കാർ അവര് പൈസ മേടിച്ചിട്ട് പി ആർ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്കിത് എഴുതിയേ പറ്റുള്ളൂ. അകത്ത് അനീഷ് എന്താണോ കാണിക്കുന്നത്, അല്ലെങ്കിൽ അകത്ത് അക്ബറും ആര്യനും ബിന്നിയും ഒക്കെ എന്താണോ ചെയ്തത്, ഇവർ പുറത്തു നിന്നുകൊണ്ടും അത് തന്നെയാണ് ചെയ്യുന്നത്. പി ആർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് എന്നോട് നിങ്ങൾ പി ആർ അല്ലേ എന്ന് ചോദിക്കുന്നത്. പിന്നെ അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞങ്ങ് നിർത്താം. അനീഷിനോടോ ഷാനവാസിനോടോ ആ വീട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തിയോടോ നമുക്ക് ഒരു വെറുപ്പും വൈരാഗ്യവും ഒന്നുമില്ല. കാണുന്നത് ഇന്നതാണ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം നാളെ അനീഷ് നല്ല കാര്യം പറഞ്ഞാൽ, നല്ല കാര്യം ചെയ്താൽ ഉറപ്പാണ് നല്ലതാണെന്ന് പറഞ്ഞിരിക്കും. അത് കാണുമ്പോൾ ചില ആൾക്കാർ വന്ന് പറയും, ആഹാ നിങ്ങളിപ്പോൾ അനീഷിന്റെ പി ആർ ഏറ്റെടുത്തോ എന്ന്. ആരുടെ പി ആർ നമ്മൾ ഏറ്റെടുത്തെന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും നമ്മൾ പറയാനുള്ള കാര്യം കൃത്യമായിട്ട് പറയും, അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.